സോ ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ അവരുടെ രണ്ടാമത്തെ മത്സരവും തോറ്റിരിക്കുകയാണ്. ഒരു ഗോളിന് മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മുടെ ഹോമിൽ വന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു തോൽവി സത്യം പറഞ്ഞ ഒരുപാടൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല അല്ലെങ്കിൽ നിരാശപ്പെടുത്തിയില്ല. കാരണം ഇതൊക്കെ ഈ ഒരു സീസണിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് ടീം വെച്ച് ഇറങ്ങുമ്പോൾ ഈ ഒരു തോൽവിയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആ ഒരു 3 പോയിന്റ് കിട്ടിയില്ല. ഹോം ഗെയിമിൽ നമ്മൾ തോറ്റു. ആ ഒരു 3 പോയിന്റുമായിട്ട് മുംബൈ ഉയർന്നു പോയി. ആൻഡ് ഇപ്പോൾ നമുക്ക് ലൂണല്ല നോ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയെങ്കിലും നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ഒരു ടീം വെച്ച് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ടേബിൾ ടോപ്പേഴ്സ് ആവുന്നൊന്നുമില്ല. റിലഗേഷൻ ആവാതെ മിഡ് ടേബിളെങ്കിലും ഈ ഒരു സീസൺ ഫിനിഷ് ചെയ്യുക. കാരണം അതുപോലെയാണ് ഈ ഒരു ക്ലബിൻ്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം GCDA പ്രസ് കോൺഫറൻസ് നടത്താൻ സമ്മതിക്കാതെ ആ ഒരു ഡോർ അടയ്ക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ സപ്പോർട്ട് ഈ ഒരു ക്ലബിന് നമ്മളെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ്. സോ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലബിനെ നമ്മൾ ഫാൻസ് കൂടി ഇട്ടേച്ച് പോയാൽ നല്ല കോമഡി ആയിരിക്കും. ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് മാറ്റി അല്ല തെലങ്കാന ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ മാറ്റി ആ ഒരു മാനേജ്മെൻറ്റ് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സമയത്ത് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഈ ഒരു പ്രതിസന്ധി മനസ്സിലാക്കി ഒരു ടീമിനൊന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിന് ചെയ്യാനുള്ളത്. അതിൻ്റെ അടുത്തൊരു മാച്ച് വരുന്നതും ഹോം ഗെയിമാണ് ഇന്റർ കാഷുമായിട്ട്.